ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺപണിയുടെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ക്രഷ് ആണെങ്കിലോ മടയനെ അടിച്ചൊതുക്കിയതിന് ശേഷം കെനൽ സാറിനോട് സംസാരിക്കുകട്ടോ ചെയ്യുന്നത്. അവൻ എന്നോട് ശത്രുതയുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് അവനെ ഞാൻ തന്നെയാണ് ജയിലിൽ കയറ്റിയത്. അതിനുശേഷം ഇപ്പം ഇറങ്ങിയപ്പോൾ എന്നോടുള്ള പക തീർക്കാനായിട്ട് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്കൊരു വിഷമമുള്ളത്, നിങ്ങൾ വന്ന സമയത്ത് തന്നെ ആയല്ലോ അവരെന്നെ ആക്രമിക്കാൻ വന്നത്, അതുകൊണ്ടാണല്ലോ നിനക്ക് അവനെ തിരിച്ചടിക്കാൻ പറ്റിയതെന്ന് പറയുമ്പോഴത്തേനും അതല്ലേ വേണ്ടത്. സാറിനെ ആക്രമിക്കാൻ നോക്കി പിന്നെ ഞാൻ കണ്ടു നിൽക്കണോ? അവൻ ഏതായാലും ചതിയാണ്, ഇനി അവൻ എന്തായാലും സാറിനെ ആക്രമിക്കാനായിട്ട് വരില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവൻ ഇനി ജയിലിൽ കയറ്റണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ വാസുകിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്ക് എന്ത് പ്രശ്നമാണ് സാർ? ഈ നാടിനും വീടിനും വേണ്ടാത്ത ഒരാളെ പിന്നെ എനിക്ക് എന്തിനാണെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ കൃഷി പറയുന്നുണ്ട്, എന്തായാലും ഈ കാര്യം മാത്രമല്ല, ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നു കേട്ടോ. എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേനും അതൊക്കെ പറയാമെന്ന് പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മീരയാണ് കേട്ടോ. സുമിത്രയാണെങ്കിലോ മീരയുടെ അച്ഛൻ ഫോൺ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഫോൺ കൊണ്ടേ കൊടുക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കരുത്, നല്ല രീതിക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഫോൺ കയ്യിൽ കൊടുക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ മോളെ ഇന്നെങ്കിലും നീ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ ഉച്ചയ്ക്ക് ശേഷമേ വരുള്ളൂ എന്ന് പറയുമ്പോൾ, ഇല്ല അച്ഛാ, എത്ര വട്ടം പറഞ്ഞു എനിക്ക് ഇവിടുന്ന് വരാനായിട്ട് പറ്റില്ല. എന്താ മോളെ പറ്റില്ല അച്ഛാ, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. മിടുക്കി, ഇങ്ങനെ തന്നെ പറയണം. എന്തായാലും നീ എന്തായാലും മിടുക്കിയാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്നെ ഒന്ന് വിട്ടേക്ക്, എന്തിനാ എന്നെ ഇങ്ങനെ ഗതികെടുത്തുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? നിങ്ങളൊക്കെ ഒരു സൈക്കോ ഭ്രാന്തന്മാരാണെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഭാഗ്യശ്രീയുടെ അടുത്ത് ഒരു ദിവസം നിന്നപ്പോൾ തന്നെ നിനക്ക് അവളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ശരി ശരി, നീ ഇവിടെ തന്നെ ഇരിക്കും എന്ന് പറയുന്ന ആ സമയത്ത് ഒരു ഗുണ്ട വന്നിട്ട് സഹദേവൻ വിളിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുന്നു. ആ മേഡം മാനസയെയും അതുപോലെ വരുണിനെയും അനിരുദ്ധിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടു വന്നിരിക്കുകയാണ്. എന്തിനാണ് അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡ്രഗ്സ് കേസിലാണ് കൺമണിയും കൃഷ്ണയും കൊടുക്കാൻ നോക്കിയതാ, പക്ഷേ തിരിച്ചടിച്ചത് അവർ തന്നെയാണെന്ന് പറയുന്നു കേട്ടോ. എന്തായാലും ഞാൻ അങ്ങോട്ട് തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് സുമിത്ര ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നെ കേണൽ സാറും അതുപോലെ തന്നെ കൃഷ്ണൻ, കൺമണിയും വാസുകിയും അയ്യപ്പനും എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു എന്ന് പറയുന്ന ഡേറ്റൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ക്ഷണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങൾ വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ വരും. ഞങ്ങളുടെ രാജാവും റാണിയുടെയും കല്യാണത്തിന് പ്രജകളായ ഞങ്ങൾ എത്തില്ലേ? പിന്നെ ഇവിടെ ഒരു അമ്പലത്തിലെ വഴിപാട്, അതെന്തായാലും വൈകുന്നേരം വന്നോളൂ എന്ന് വാസുകി പറയുന്നുണ്ട്. കുളിച്ച് ഇറൻ മാറ്റി അവിടേക്ക് വരണം, എന്നിട്ട് നമുക്ക് ആ വഴിപാട് അങ്ങ് കഴിക്കണം. എന്തായാലും അതൊക്കെയല്ലേ ഇനി നടക്കാനായിട്ട് പോകുന്നതെന്ന് പറയുമ്പോഴത്തേനും എന്തായാലും കൃഷ്ണനും കൺമണിക്ക് ഇന്ന് തിരിച്ചു പോകണ്ടല്ലോ, നാളെ പോയാൽ പോരെ എന്ന് പറയുന്നുണ്ട്. അത് മതി എന്ന് കൃഷി പറയുന്നുണ്ട്. എന്നാൽ ആദ്യത്തേത് പോലെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് റൂമിൽ ഉണ്ടാവും എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്ന കൃഷ്ണൻ അത്ര ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ല കേട്ടോ. അതിനുശേഷം തന്നെ കല്യാണത്തിന് എന്തായാലും മധുചേട്ടൻ പറയുന്നുണ്ട്, കല്യാണത്തിന് എന്തായാലും എൻ്റെ മിമിക്രിയൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഉമ്മറിനെ അവതരിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയട്ടെ. അങ്ങനെ ആ ഡയലോഗും അതുപോലെ തന്നെ കോമഡിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാവരും ചിരിക്കുന്നു. പിന്നെ ഈ സഹദേവിനെയും സുമിത്രയും അതുപോലെ മാനസയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. മാനസ വരുന്നുണ്ട്. അതിനുശേഷം തന്നെ നീ എന്താ ഈ പണി കാണിച്ചത്? കൃഷ്ണൻ കൺമണിയും കൂടി നിന്നെ അകത്താക്കിയല്ലേ? ഞാൻ അകത്തായതാണ്, അല്ലാതെ അവരെ പേടിച്ചിട്ടൊന്നുമല്ല എന്നും മറുപടി പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ? അവളുടെ ഒരു ഔദാര്യം, എനിക്ക് അവളുടെ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അവൾക്ക് ഞാൻ തേച്ചിട്ടുണ്ടെന്ന് പറയാട്ടോ ചെയ്യുന്നത് മാനസ. എന്തായാലും അവരോട് കളിക്കണ്ട. കൺമണിയോട് മാത്രമല്ല നീ കളിച്ചത്, കൃഷ്ണനോടും കൂടിയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ശക്തി. നിന്നെ അതുപോലെ തിരിച്ചടിച്ചില്ലേ? ഇനി എന്ത് കാര്യമാണുള്ളത്? എനിക്ക് അവളുടെ താലി പൊട്ടിച്ചെറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രയത്നിക്കുന്നത്. ഡ്രഗ്സ് കേസ് ആയതുകൊണ്ട് തന്നെ ഒരു 10 വർഷം ഇവിടെ കിടക്കുമ്പോഴത്തേനും അവളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവും. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ അതിന് മുന്നേ തന്നെ പുറത്തിറക്കുന്നതാണെന്ന് പറയാട്ടോ. എന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കാനായിട്ട് പോകുന്നു എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കും, അവളുടെ താലിയല്ലേ, അത് ഞാൻ ഏറ്റു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവളുടെ ജീവനാണ് ആ താലി, അതില്ലാണ്ടായാൽ അവളും ഇല്ലാണ്ടാവും, തല തല്ലി ചാവും എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായും ആ താലി ഞാൻ അറുത്തെടുത്തോളാം എന്ന രീതിയിലൊക്കെ സുമിത്ര മാനസിക്ക് വാക്ക് കൊടുക്കുന്നു കേട്ടോ. പിന്നെയും ബലരാമനെയും മീരയെ കാണിക്കുന്ന കേട്ടോ. ബലരാമനെ എണീക്കുമ്പോൾ മീരയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. നിമിഷം തന്നെ നിങ്ങൾ ആരാണ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പതുക്കെ എഴുന്നേക്കണ്ട ഇപ്പോൾ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറിവൊന്നും ഉണങ്ങിയിട്ടില്ല, വേദന കൂടും എന്ന് പറയുന്നു. ഞാൻ നിങ്ങളെ ചികിത്സിക്കാൻ വന്ന ഡോക്ടറാണ്, എൻ്റെ പേര് മീര എന്നാണ്. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ അച്ഛനെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇവിടെ കൊണ്ടുവന്നാക്കി എന്നെ.
പിഷാരടി മോളല്ലേ എന്നൊക്കെ ഒന്നുള്ള ഭാവം ഒന്ന് കാണാമായിരുന്നു. അയാൾ എന്തോ ഒരു സഹതാപത്തോടു കൂടി എന്നോട് സംസാരിച്ച്. പക്ഷെ ഇങ്ങനെ കെണിയിലാക്കാനുള്ളത് എനിക്കറിയില്ലായിരുന്നല്ലോ. എന്തായാലും ഞാനേ പെട്ടുപോയി. നിങ്ങളുടെ അനിയത്തിയെങ്കിലും നിങ്ങൾ രക്ഷിച്ചേക്കണേ ഇവിടുന്ന്. സുഖപ്പെട്ട് വരുമ്പോൾ ഭാഗ്യശ്രീ ഇപ്പം അവർ കെട്ടിയിട്ടിരിക്കണോ? ആ പാവത്തിനും കെട്ടിയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് രക്ഷിക്കാനാകുമ്പോഴേ അവൾ പറഞ്ഞു നമ്മളെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുറിവൊന്നും പെട്ടെന്ന് കരിയും തോന്നണില്ല. എന്തായാലും അത് മാറാതെ ഒരു രക്ഷയില്ല. എന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് വിടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യാനാ, എന്നെ കല്യാണം കഴിക്കാൻ വരുന്ന ഒരാൾ എന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് സംസാരിക്കാൻ. പക്ഷെ അതും നടക്കാനായിട്ട് പോകുന്നില്ല. സോറി ഡോക്ടർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ബലരാമന് വിഷമാവുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളെയും ചതിച്ച് ഇവിടെ ആക്കിയതല്ലേ നിങ്ങളുടെ അച്ഛനും അമ്മയും പറയുന്നവർ. ഇനിയിപ്പോൾ ഒരു രക്ഷയൊന്നുമില്ല. നമ്മളൊക്കെ തുല്യ ദുഃഖിതരാണ്. എന്തായാലും അപ്പോൾ ബലരാമൻ പറയുന്നുണ്ട് എനിക്ക് നല്ല പെയിൻ ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ ഞാനിവിടെ ഒരു സഡേഷൻ തരാം. അത് കഴിച്ചാൽ പിന്നെ നല്ല ഉറക്കം വരും. പിന്നെ കുറേ വേദന കുറവുണ്ടാവുമെന്ന് പറയുന്നു കേട്ടോ. ഇനീഷൻ തന്നെ കേണൽ നമ്മുടെ ദേവ് സാറിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. കൺമണിയും കൃഷ്ണ അവിടെ എത്തി എന്ന രീതിയിൽ പറയുന്നുണ്ട്. അവരെന്തായാലും 1-2 ദിവസത്തിന് വിടണ്ട. ഒരു പ്രശ്നം ഉണ്ടാവും. അത് കൃഷ്ണൻ കൺമണി പറയും നിന്നോട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിർത്തിയാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. മണിയൻ പറഞ്ഞിട്ടുള്ള ഒരാൾ എന്നെ ആക്രമിക്കാൻ വന്നു. കൃഷ്ണ ആണെങ്കിൽ നന്നായി പെരുമാറി. എന്തൊക്കെയൊക്കെയാണല്ലോ പറയുന്നത്. അതുകൊണ്ടാണ് നീ കൃഷ്ണൻ ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞു. കൃഷ്ണന് കൊടുക്കുമ്പോൾ എന്താ കൃഷി ഈ കാണിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. സ്കാനർ സാറിനെ ആക്രമിക്കാൻ വന്നപ്പോൾ വെറുതെ ഇരിക്കാൻ തോന്നിയില്ല സർ, അതുകൊണ്ടാണ് ചെയ്തതെന്ന് പറയുന്നു. നീ കൺമണിക്ക് ഫോൺ കൊടുത്തേ. എന്തൊക്കെയാണ് കൺമണി അവിടെ നടക്കുന്നത്, നീ കാര്യമായിട്ട് തെളിച്ച് പറയുമെന്ന് പറയുന്നു. അപ്പോഴത്തേനും കൺമണി ആകെ ഞെട്ടി നിൽക്കുന്നതായിട്ടാണ് ഇന്നത്തെ